നമസ്കാരം. പാലാഴിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആരംഭിച്ചത് ഓംകാരമായ പൊരുൾ എന്ന ശ്ലോകത്തിലൂടെയായിരുന്നു. ഞാൻ എന്ന ബോധത്തിനപ്പുറം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ജീവിതത്തിലെ മാറ്റങ്ങളെയും എല്ലാം നോക്കിക്കാണുന്ന ഒരു സാക്ഷിയുണ്ടെന്നായിരുന്നു ആ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിച്ചത്. ജീവിതം നൽകുന്ന ഓരോ അനുഭവവും നമ്മെ ഉണർത്താനുള്ള ഒരു പാഠമാകാമെന്നും നമ്മൾ കണ്ടു. ഇന്ന് ആ യാത്രയിലെ അടുത്ത ചുവടിലേക്ക് നമുക്ക് പോകാം. ഒന്നായ നിന്നേഹ രണ്ടെന്നു കണ്ടളവിൽ എന്ന വരിയിലേക്ക്. ഒന്നായ നിന്നേഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ പദമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ നാരായണായ നമഃ. എത്ര ആഴമുള്ള വരികളാണിത്. എല്ലാത്തിന്റെയും അടിസ്ഥാനം ഒന്നാണ്. പക്ഷേ നമ്മുടെ കണ്ണുകൾ പലതിനെ കാണുന്നു. നമ്മുടെ മനസ്സ് വ്യത്യാസങ്ങൾ കാണുന്നു. ഞാൻ, നീ, എന്റെ, നിന്റെ എന്നിങ്ങനെ ലോകത്തെ രണ്ടായി പിരിക്കുന്നു. അവിടെ നിന്നാണ് പലപ്പോഴും സംഘർഷങ്ങൾ തുടങ്ങുന്നത്. ഒരേ ആകാശത്തിന്റെ കീഴിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഒരേ സൂര്യനാണ് എല്ലാവർക്കും പ്രകാശം നൽകുന്നത്. ഒരേ മഴയാണ് ഭൂമിയെ നനയ്ക്കുന്നത്. എന്നിട്ടും മനുഷ്യന്റെ മനസ്സിൽ എത്രയോ വേർതിരിവുകൾ. ഇവൻ എന്റേത്, അവൻ അന്യൻ, അത് എനിക്ക് വേണം, അത് മറ്റൊരാൾക്ക് കിട്ടരുത്, ഞാനാണ് ശരി, അവനാണ് തെറ്റ് എന്നിങ്ങനെ നമ്മുടെ മനസ്സ് നിരന്തരം മതിരുകൾ വരയ്ക്കുന്നു. പക്ഷേ ഹരിനാമ കീർത്തനം നമ്മെ മറ്റൊരു കാഴ്ചയിലേക്ക് ക്ഷണിക്കുന്നു. ഒന്നായ നിന്നേഹ രണ്ടെന്നു കണ്ടളവിൽ, എല്ലാത്തിന്റെയും പിന്നിൽ ഒരേ ചൈതന്യം ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഞാനും മറ്റൊരാളും എന്ന അകലം പതുക്കെ കുറയാൻ തുടങ്ങുക. നമുക്ക് ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഒരു മുറിയിൽ 10 വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. വിളക്കുകൾ 10, പക്ഷേ പ്രകാശത്തിന്റെ സ്വഭാവം ഒന്ന് തന്നെ. അതുപോലെ മനുഷ്യർ പലരാണ്. മുഖങ്ങൾ വ്യത്യസ്തം, സ്വഭാവങ്ങൾ വ്യത്യസ്തം, ഭാഷകൾ വ്യത്യസ്തം, ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തം. എന്നാൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ജീവനെ നയിക്കുന്ന ആ ചൈതന്യത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം നമ്മെ ചിന്തിപ്പിക്കുന്നത്. അത് തിരിച്ചറിയുമ്പോൾ മറ്റൊരാളുടെ സന്തോഷത്തിൽ അസൂയ കുറയും, മറ്റൊരാളുടെ വേദനയിൽ കരുണ വളരും, മറ്റൊരാളുടെ വിജയത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. കാരണം അവൻ എന്ന അകലം കുറയുമ്പോൾ നമ്മൾ എന്ന ബോധം വളരുന്നു. പക്ഷേ ഇത് ജീവിതത്തിൽ എളുപ്പമാണോ? അല്ല. നമ്മുടെ മനസ്സിന് ഞാൻ എന്ന ബോധം വളരെ ശക്തമാണ്. എനിക്ക് സംഭവിച്ചത്, എന്റെ പ്രശ്നം, എന്റെ വേദന, എന്റെ നഷ്ടം, എന്റെ വിജയം, എന്റെ ആഗ്രഹം, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത വരി പറയുന്നത്, രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ. വ്യത്യാസ ബോധത്തിൽ നിന്നാണ് ഇണ്ടൽ, അതായത് വേദനയും വിഷമവും ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെ വേദനിപ്പിച്ച ഒരാൾ ഉണ്ടാകാം. അയാളെ ഓർക്കുമ്പോൾ ഇന്നും മനസ്സിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകാം. അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവൾ എന്നോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചേക്കും. സംഭവം കഴിഞ്ഞു പോയി, പക്ഷേ നമ്മുടെ മനസ്സ് അതിനെ വീണ്ടും വീണ്ടും ജീവിക്കുന്നു. അപ്പോൾ വേദനിപ്പിച്ചത് ആ വ്യക്തിയാണോ, അതോ ആ സംഭവത്തെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സാണോ നമ്മളെ വേദനിപ്പിക്കുന്നത്? ഇത് വളരെ ആഴമുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറയുന്നത് മറ്റൊരാൾ ചെയ്ത തെറ്റ് ശരിയാണെന്ന് സമ്മതിക്കുന്നതല്ല. ക്ഷമിക്കുന്നത് നമ്മുടെ മനസ്സിനെ ആ വേദനയിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ഒരു പക്ഷേ നമ്മൾക്ക് മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല, പക്ഷേ ആ വ്യക്തിയോടുള്ള നമ്മുടെ ഉള്ളിലെ ബന്ധം മാറ്റാൻ നമുക്ക് കഴിയും. അവിടെ നിന്നാണ് ആത്മീയമായ വളർച്ച തുടങ്ങുന്നത്. ഈ ശ്ലോകം നമ്മോട് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണണം എന്നൊരു സാധാരണ ഉപദേശം മാത്രമല്ല, അതിലും ആഴത്തിലുള്ള ഒരു ചിന്തയാണ്. നമ്മൾ കാണുന്ന വ്യത്യാസങ്ങളുടെ പിന്നിൽ ഒരു ഏകത്വമുണ്ട്. അത് തിരിച്ചറിയുമ്പോൾ നമ്മുടെ അഹങ്കാരം കുറയുന്നു, അസൂയ കുറയുന്നു, വൈരാഗ്യം കുറയുന്നു, ഭയം കുറയുന്നു. പകരം കരുണ വളരുന്നു, സ്നേഹം വളരുന്നു, സമാധാനം വളരാൻ. ഇത് മനസ്സിലാക്കാൻ ഒരു മനോഹരമായ കഥ ഓർക്കാം. ശ്രീകൃഷ്ണനും സുധാമാവും. ഒരാൾ ദ്വാരകയുടെ രാജാവ്, മറ്റൊരാൾ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ബാല്യകാല സുഹൃത്ത്.
പുറത്തുനിന്ന് നോക്കിയാൽ അവരുടെ ജീവിതം തമ്മിൽ എത്ര വ്യത്യസ്തം. ഒരാൾക്ക് കൊട്ടാരം, മറ്റൊരാൾക്ക് ചെറിയ കുടി. ഒരാൾക്ക് സമ്പത്ത്, മറ്റൊരാൾക്ക് ദാരിദ്ര്യം. പക്ഷേ കൃഷ്ണന്റെ കണ്ണിൽ സുധാമൻ ഒരിക്കലും ദരിദ്രനായ ഒരാൾ ആയിരുന്നില്ല. അവൻ സുഹൃത്തായിരുന്നു, സ്നേഹമായിരുന്നു, ബന്ധമായിരുന്നു. അവിടെ സമ്പത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും വ്യത്യാസമില്ലാതായി. അതുകൊണ്ടാണ് കൃഷ്ണനും സുധാമാവിന്റെയും കഥ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള നിമിഷങ്ങൾ ഉണ്ടാകും. നമ്മളെക്കാൾ താഴെയാണെന്ന് നമ്മൾ കരുതുന്ന ഒരാളോട് എങ്ങനെ പെരുമാറുന്നു? നമ്മളെക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള ഒരാളോട് എങ്ങനെ പെരുമാറുന്നു? നമ്മളോട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളോട് എങ്ങനെ സംസാരിക്കുന്നു? ഇവിടെയാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. ഭക്തി വെറും ക്ഷേത്രത്തിൽ പോകുന്നതല്ല, നാമം ജപിക്കുന്നതും മാത്രമല്ല. നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ മാറ്റുന്നതാണ് യഥാർത്ഥ ഭക്തി. ശ്ലോകത്തിന്റെ അവസാന ഭാഗം വളരെ മനോഹരമാണ്. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാക എങ്കലിഹ. ഭഗവാന്റെ കൃപ ഉണ്ടാകണമേ എന്നാണ് പ്രാർത്ഥന. നമ്മുടെ മനസ്സിന് എല്ലാം സ്വയം മനസ്സിലാക്കാൻ കഴിയില്ല. ചില സത്യങ്ങൾ ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കില്ല, അവ അനുഭവിക്കണം. അതിന് ഭഗവാന്റെ കൃപയും ആവശ്യമാണ്. അതുകൊണ്ടാണ് നാരായണനോട് കവി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നും, എനിക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം? എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും പരീക്ഷണങ്ങൾ? എന്റെ ജീവിതം മറ്റുള്ളവരുടേതുപോലെ എളുപ്പമല്ലാത്തത് എന്തുകൊണ്ട്? അപ്പോൾ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, ഈ അനുഭവത്തെ ഞാൻ എങ്ങനെ കാണുന്നു? അതേ സംഭവത്തെ ഒരു ശിക്ഷയായി കാണാം, അല്ലെങ്കിൽ ഒരു പാഠമായി കാണാം. ഒരു അവസാനമായി കാണാം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമായി കാണാം. സംഭവം എല്ലായ്പ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണമെന്നില്ല. പക്ഷേ അതിനെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് പലപ്പോഴും നമ്മുടെ കയ്യിലാണ്. ഇന്ന് നമുക്ക് ഒരു ചെറിയ ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ മനസ്സിൽ ഒരാളോട് ഇപ്പോഴും ഒരു വിരോധമുണ്ടോ? ആ ഒരു പഴയ സംഭവം നമ്മെ ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ടോ? ഒരാളുടെ വിജയത്തിൽ അസൂയ തോന്നുന്നുണ്ടോ? മറ്റൊരാളുമായി നമ്മളെ താരതമ്യം ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഇന്ന് അതിനെ മാറ്റാൻ ശ്രമിക്കണ്ട. ആദ്യം അതിനെ വെറുതെ ശ്രദ്ധിക്കൂ. പിന്നെ മനസ്സിൽ പതുക്കെ പറയൂ, ഹരിനാരായണ, എനിക്ക് കാണാൻ കഴിയാത്ത ഏകത്വം എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്തിടത്ത് എന്റെ ഹൃദയത്തിന് കരുണ തരണമേ. എന്റെ ഞാൻ എന്ന ബോധം കുറച്ച് നീ എന്ന സത്യത്തിലേക്ക് എന്നെ അടുപ്പിക്കണമേ. നാരായണായ നമഃ. ഒരു പക്ഷേ നമ്മൾ അന്വേഷിക്കുന്ന സമാധാനം പുറത്തല്ല. മറ്റൊരാൾ മാറിയാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ എന്നല്ല. എന്റെ സാഹചര്യം മാറിയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്നുമല്ല. എന്റെ ജീവിതത്തിൽ എല്ലാം എന്റെ ഇഷ്ടം പോലെ നടന്നാൽ മാത്രമേ ഞാൻ സമാധാനിക്കൂ എന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോഴാണ് ലോകം തന്നെ കുറച്ചുകൂടി ശാന്തമാകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് അഹങ്കാരത്തിൽ നിന്ന് ബോധത്തിലേക്ക്. ഇന്ന് അതിന്റെ അടുത്ത ചുവട് വ്യത്യാസത്തിൽ നിന്ന് ഏകത്വത്തിലേക്ക്, ഞാൻ എന്നതിൽ നിന്ന് നമ്മൾ എന്നതിലേക്ക്, എന്റെ എന്നതിൽ നിന്ന് എല്ലാം അവന്റേത് എന്ന സമർപ്പണത്തേക്ക്. അതാണ് ഈ ശ്ലോകത്തിന്റെ സൗന്ദര്യം. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കും. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളെയും, നിങ്ങളെ സന്തോഷിപ്പിച്ച ഒരാളെയും, നിങ്ങളെ സ്നേഹിച്ച ഒരാളെയും, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെയും മനസ്സിലൂടെ കടത്തിവിടും. അവരെല്ലാം ഓർത്തുകൊണ്ട് പതുക്കെ പറയൂ, എല്ലാ ഹൃദയങ്ങളിലും ഒരേ ചൈതന്യം നിറഞ്ഞിരിക്കട്ടെ. എന്റെ മനസ്സിൽ നിന്ന് വൈരവും അസൂയയും അകലട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എന്റെ ഉള്ളിലും സമാധാനം വരട്ടെ. നാരായണായ നമഃ. ഇന്നത്തെ ശ്ലോകം നമ്മോട് പറയുന്ന ഒരു വാചകം മാത്രം ഓർമ്മയിൽ വെക്കാം. വ്യത്യാസങ്ങളെ മാത്രം കാണുമ്പോൾ മനസ്സിൽ അകലം വളരും. ഏകത്വത്തെ തിരിച്ചറിയുമ്പോൾ ഹൃദയത്തിൽ സമാധാനം വളരും. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഉടനെ മാറില്ല. എല്ലാ ബന്ധങ്ങളും ഉടനെ ശരിയാകില്ല. എല്ലാ ആഗ്രഹങ്ങളും ഉടനെ പൂർത്തിയാകില്ല. പക്ഷേ അവയെ കാണുന്ന നമ്മുടെ മനസ്സ് മാറിയാൽ അവയോടൊപ്പം ജീവിക്കാനുള്ള നമ്മുടെ ശക്തി മാറും. അതാണ് ഭഗവാന്റെ കൃപ. അതാണ് നാമത്തിന്റെ ശക്തി. അങ്ങനെ ഒന്നായ നിന്നേഹ രണ്ടെന്നു കണ്ടളവിൽ എന്ന ശ്ലോകം നമ്മെ മറ്റൊരു യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു. വ്യത്യാസത്തിൽ നിന്ന് ഏകത്വത്തിലേക്ക്, വൈരത്തിൽ നിന്ന് കരുണയിലേക്ക്, അസൂയയിൽ നിന്ന് സന്തോഷത്തിലേക്ക്, അഹങ്കാരത്തിൽ നിന്ന് സമർപ്പണത്തിലേക്ക്, അവസാനം നാമത്തിലേക്ക്. ഇതാണ് ഹരിനാമ കീർത്തനത്തിന്റെ യാത്ര. ഇതാണ് പാലാഴിയുടെ യാത്രയും.
നാളെ വീണ്ടും ഒരു പുതിയ ശ്ലോകം, ഒരു പുതിയ കഥ, ഒരു പുതിയ ചിന്ത, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വെളിച്ചം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അതുവരെ നിങ്ങളുടെ ഹൃദയത്തിൽ നാമം നിറഞ്ഞിരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിറഞ്ഞിരിക്കട്ടെ. നാരായണായ നമഃ. നമസ്കാരം.